Welcome to our channel. Today we are discussing about natural phenomena due to sunlight. ആദ്യം എന്താണ് സ്കാറ്ററിംഗ് എന്ന് നമുക്ക് പരിചയപ്പെടാം. അന്തരീക്ഷത്തിൽ ധാരാളം ചെറിയ ചെറിയ കണികകളുണ്ടല്ലോ, പാർട്ടിക്കിൾസ്. സൺലൈറ്റ് ഈ പാർട്ടിക്കിൾസ് തട്ടുമ്പോൾ എന്താണ് സംഭവിക്കുക? സൂര്യപ്രകാശം അന്തരീക്ഷത്തിലെ ഈ കണികകളിൽ തട്ടുമ്പോൾ അത് ക്രമരഹിതമായി പ്രതിഫലിക്കുന്നു. ഇങ്ങനെ ഇറഗുലറും പാർഷ്യലുമായി നടക്കുന്ന റിഫ്ലക്ഷനെയാണ് സ്കാറ്ററിംഗ് എന്ന് വിളിക്കുന്നത്. ദ പാർഷ്യൽ ആൻഡ് ഇറഗുലർ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഈസ് നോൺ ആസ് സ്കാറ്ററിംഗ്. സ്കാറ്ററിംഗ് നടക്കുമ്പോൾ അന്തരീക്ഷത്തിലെ പാർട്ടിക്കിൾ തട്ടി ഈ സൺലൈറ്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. When sunlight travels through Earth's atmosphere, it changes the direction by atmosphere particle. This is called scattering. As sunlight travels through the Earth's atmosphere, it gets scattered by the atmospheric particles. Light of shorter wavelength is scattered much more than the light of longer wavelength. സൺലൈറ്റിന്റെ എല്ലാ കളേഴ്സിനും സ്കാറ്ററിംഗ് ഒരുപോലെയാണോ? നമുക്കറിയാം, വൈറ്റ് ലൈറ്റിൽ അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റിന് 7 നിറങ്ങളാണുള്ളത്. വിബ്ജിയോർ. ഓരോ നിറത്തിന്റെയും വേവ് ലെങ്ത് എങ്ങനെയാണ്? വ്യത്യസ്തമാണ്. വിബ്ജിയോറില് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എന്നിവയ്ക്ക് വേവ് ലെങ്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ സ്കാറ്ററിംഗ് കൂടുതലായിരിക്കും. ഓറഞ്ച്, റെഡ് എന്നിവയ്ക്ക് വേവ് ലെങ്ത് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ട് സ്കാറ്ററിംഗ് കുറവായിരിക്കും. അതായത് വേവ് ലെങ്ത് കൂടുതലുള്ള ലൈറ്റിന് സ്കാറ്ററിംഗ് കുറവായിരിക്കും, വേവ് ലെങ്ത് കുറവുള്ളതിന് സ്കാറ്ററിംഗ് കൂടുതലായിരിക്കും. എന്നാണ് ലാസ്റ്റ് സെന്റൻസ് പറയുന്നത്. ലൈറ്റ് ഓഫ് ഷോർട്ടർ വേവ് ലെങ്ത് ഈസ് സ്കാറ്റേർഡ് മച്ച് മോർ ദാൻ ലൈറ്റ് ഓഫ് ലോങ്ങർ വേവ് ലെങ്ത്. റേ-ലൈ സ്കാറ്ററിംഗ് ലോ. എമൗണ്ട് ഓഫ് സ്കാറ്ററിംഗും വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. റേ-ലൈ സ്കാറ്ററിംഗ് ലോ അനുസരിച്ച് ഈ സ്കാറ്റേർഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്നത് വേവ് ലെങ്ത്തിന്റെ 4th പവറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് വേവ് ലെങ്ത്തിന്റെ 4th പവറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് ഈസ് I ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ റേസ്ഡ് ടു 4. ഈ ബേസിക് കണ്ടീഷൻ ഫോർ സ്കാറ്ററിംഗ്. വ്യത്യസ്ത വലിപ്പമുള്ള പാർട്ടിക്കിൾസിലെല്ലാം ഒരുപോലെയാണോ സ്കാറ്ററിംഗ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പാർട്ടിക്കിൾസിന്റെ വലിപ്പം ഈ വേവ് ലെങ്തിന്റെക്കാളും ലൈറ്റിന്റെ വേവ് ലെങ്തിനേക്കാളും ചെറുതാണെങ്കിൽ എമൗണ്ട് ഓഫ് സ്കാറ്ററിംഗ് നമ്മൾ നേരത്തെ റേ-ലൈ സ്കാറ്ററിംഗ് ലോ പറയുന്നത് പോലെ ലാംഡ റേസ്ഡ് ടു 4ന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി ലൈറ്റ് വന്ന് വീഴുന്നത് ലാർജ് സ്കാറ്ററിംഗ് ഒബ്ജക്ട്സിലാണെങ്കിൽ, അതായത് വലിപ്പമുള്ള പാർട്ടിക്കിൾസിലാണെങ്കിൽ ഈ ലൈറ്റ് വന്ന് വീഴുന്നതെങ്കിൽ ഈ എല്ലാ വേവ് ലെങ്ത്തും ഏകദേശം ഒരുപോലെ തന്നെ സ്കാറ്റർ ചെയ്യപ്പെടും. അപ്പോൾ for the scattering to take place, the size of the scattering particle must be comparable with the wavelength. Next, blue color of the sky. എന്തുകൊണ്ടാണ് ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നത്? നമുക്ക് ഏറ്റവും പരിചയമുള്ള കാര്യമാണ്, നമ്മൾ നിത്യജീവിതത്തിൽ കാണപ്പെടുന്ന ഒന്നാണ് ബ്ലൂ കളർ ഓഫ് ദ സ്കൈ. സൂര്യപ്രകാശത്തിന് അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റിന് നമുക്കറിയാം ഇവിടെ 7 നിറങ്ങളുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു വിബ്ജിയോർ. ഇവിടെ വേവ് ലെങ്ത് കുറഞ്ഞ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എന്നിവയ്ക്ക് ഈ അന്തരീക്ഷത്തിലെ പാർട്ടിക്കിൾ തട്ടുമ്പോൾ എന്ത് സംഭവിക്കും? കൂടുതലായും സ്കാറ്ററിംഗ് നടക്കും. ഇതിൽ തന്നെ ഈ വയലറ്റിന് ബ്ലൂവിനേക്കാളും സ്കാറ്ററിംഗ് കൂടുതലുണ്ട്. പക്ഷേ നമ്മുടെ കണ്ണുകൾ കൂടുതൽ സെൻസിറ്റീവ് നീല നിറത്തോട് ആയതുകൊണ്ടാണ് ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ മേഘങ്ങൾ വെള്ള നിറത്തിൽ കാണപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? ക്ലൗഡ്സിൽ വലിയ വലിയ പാർട്ടിക്കിൾസ് ആണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ലാർജ് പാർട്ടിക്കിൾസിൽ ലൈറ്റ് പതിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വിബ്ജിയോറിലെ എല്ലാ നിറത്തിലും ഒരുപോലെ തന്നെ സ്കാറ്ററിംഗ് നടക്കും. അതുകൊണ്ടാണ് വെള്ള നിറത്തിലാണ് മേഘങ്ങൾ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ബ്ലൂ കളർ ഓഫ് ദ ഓഷ്യൻ. സമുദ്രം നീല നിറത്തിൽ കാണുന്നതിനുള്ള കാരണം എന്താണ്?
ഈ സൂര്യപ്രകാശം വാട്ടർ പാർട്ടിക്കിൾസ് തട്ടി വേവ് ലെങ്ത് കുറഞ്ഞ വയലറ്റ്, ബ്ലൂ എന്നിവയ്ക്ക് കൂടുതൽ സ്കാറ്ററിംഗ് നടക്കുന്നു. അതുകൊണ്ടാണ് സമുദ്രവും നീല നിറത്തിൽ കാണപ്പെടുന്നത്. When white light passes through the ocean water, blue and violet will get scattered. It is scattered light which enters our eyes when we look at the ocean. So we see the ocean as blue. അടുത്തായിട്ട് നമുക്ക് റെഡിഷ് അപ്പിയറൻസ് ഓഫ് ദ സൺ, അതായത് സൂര്യ ഉദിക്കുന്ന സമയത്തും, അതായത് സൺറൈസിലും സൺസെറ്റിലും ആകാശം ചുവപ്പ് നിറത്തിൽ അല്ലെങ്കിൽ ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറത്തിൽ നമ്മൾ കാണുന്നത്. അതിനുള്ള കാരണം എന്താണ്? സൺസെറ്റിലും സൺറൈസിലും ലൈറ്റിന് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വേവ് ലെങ്ത് കുറഞ്ഞ എല്ലാ ലൈറ്റും തന്നെ സ്കാറ്റർ ചെയ്യപ്പെടും. വേവ് ലെങ്ത് കൂടിയ ഓറഞ്ച്, റെഡ് തുടങ്ങിയ ലൈറ്റിന് സ്കാറ്ററിംഗ് കുറവായതുകൊണ്ട് ഈ നിറങ്ങളാണ് നമ്മുടെ കണ്ണുകളിലേക്ക് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. At sunset or sunrise, the sun's rays have to pass through a large distance in the atmosphere. Most of the blue and other shorter wavelengths are removed by scattering. The least scattered light reaching our eyes, therefore the sun looks reddish. Red light as danger signal. ഡേഞ്ചർ സിഗ്നലായും റെഡ് ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. റെഡ് ലൈറ്റിന് വേവ് ലെങ്ത് കൂടുതലായതുകൊണ്ട് സ്കാറ്ററിംഗ് കുറവായിരിക്കും. അതുകൊണ്ട് കൂടുതൽ ദൂരം സഞ്ചരിക്കാനായിട്ട് റെഡ് ലൈറ്റിന് സാധിക്കുന്നു. ദ എമൗണ്ട് ഓഫ് സ്കാറ്ററിംഗ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫോർത്ത് പവർ ഓഫ് ദ വേവ് ലെങ്ത്. നമ്മൾ നേരത്തെ പറഞ്ഞു റെയ്ലൈയുടെ സ്കാറ്ററിംഗ് ലോ ആണത്. വേവ് ലെങ്ത് ഓഫ് ദ റെഡ് ലൈറ്റ് ഈസ് മാക്സിമം, so it is least scattered. This is the reason why it is used for giving danger signals. The rainbow. നമ്മളെല്ലാവരും മഴവില്ല് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് മഴവില്ല് ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. The rainbow is an example of dispersion of sunlight by water drops in the atmosphere. This is the phenomena due to combined effect of dispersion, refraction and total internal reflection of sunlight by spherical water droplets of rain. Dispersion, refraction, total internal reflection എന്നീ 3 പ്രതിഭാസങ്ങളാണ് മഴവില്ല് നടക്കുന്നത്. ഈ 3 പ്രതിഭാസങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രൈമറി റെയിൻബോ, അത് നമുക്ക് പ്രൈമറി റെയിൻബോ ഒന്ന് പരിചയപ്പെടാം. ദ കോമൺ റെയിൻബോ ഈസ് കോൾഡ് ദ പ്രൈമറി റെയിൻബോ. പ്രൈമറി റെയിൻബോ ഈസ് ഫോംഡ് ബൈ ദ ലൈറ്റ് ഫ്രം ദ സൺ undergoing one total internal reflection and 2 refractions and emerging at minimum deviation. Primary rainbow is a colored band having red on the outside and violet on the inner side. The inner violet edge subtend at an angle of 40.8 degree and outer red edge subtend at an angle of 42.8 degree at the eye. Between violet and red, all other colors are present in order. നമുക്ക് ചിത്രത്തിൽ നിന്ന് നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതായത് ലൈറ്റ് എയറിൽ നിന്ന് വാട്ടർ ഡ്രോപ്സിലേക്ക് കടക്കുമ്പോൾ റിഫ്രാക്ഷൻ നടക്കുന്നു. ഒന്നാമത്തെ റിഫ്രാക്ഷൻ അതാണത്. ലൈറ്റ് എയറിൽ നിന്ന് വാട്ടർ ഡ്രോപ്സിലേക്ക് കടക്കുമ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കും. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ദ ബെൻഡിങ് ഓഫ് ദ ലൈറ്റ് വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. അതായത് ലൈറ്റിന്റെ പാത്തിന് ഇവിടെ ബെൻഡിങ് സംഭവിക്കുന്നു. ഇവിടെ ലൈറ്റ്, വൈറ്റ് ലൈറ്റ് 7 നിറങ്ങളായി സ്പ്ലിറ്റ് ചെയ്യുന്നു. അതായത് നമുക്കറിയാം ഡിസ്പേർഷൻ. വൈറ്റ് ലൈറ്റ് അതിന്റെ കമ്പോണൻസ് കളേഴ്സായി സ്പ്ലിറ്റ് ചെയ്യുന്ന ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയാം? ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വൈറ്റ് ലൈറ്റ് അതിന്റെ 7 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇനി ഈ ലൈറ്റ് അടുത്ത വാട്ടർ എയർ ഇന്റർഫേസിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നു. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നതെങ്കിൽ 2 കണ്ടീഷൻസ് ആണുള്ളത്, നമുക്കറിയാവുന്നതാണ്. ഒന്നാമത്തെ കണ്ടീഷൻ, ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്ക് ആയിരിക്കണം ട്രാവൽ ചെയ്യേണ്ടത്. രണ്ടാമത്തെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ
അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നു. അപ്പൊ ഇവിടെയും ഈ വാട്ടർ എയർ ഇന്റർഫേസിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ലൈറ്റിന് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നു. അതായത് ലൈറ്റ് അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഇനി ഒരു പ്രാവശ്യം കൂടി, അതായത് വാട്ടറിൽ നിന്നും എയറിലേക്ക് ലൈറ്റ് പ്രവേശിക്കുമ്പോൾ വീണ്ടും അവിടെ റിഫ്രാക്ഷൻ നടക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും 2 റിഫ്രാക്ഷനും പിന്നെ ഡിസ്പേർഷനും ആണ് നടക്കുന്നത്. അപ്പൊ സാധാരണ കാണപ്പെടുന്ന ഈ റെയിൻബോയെ നമ്മൾ പ്രൈമറി റെയിൻബോ എന്നാണ് വിളിക്കുന്നത്. ഈ പ്രൈമറി റെയിൻബോയുടെ ഔട്ടർ എഡ്ജ് റെഡ് കളറും ഇന്നർ എഡ്ജ് വയലറ്റ് കളറും ആയിരിക്കും. ഇനി അടുത്ത് സെക്കൻഡറി റെയിൻബോ എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രൈമറി റെയിൻബോയും സെക്കൻഡറി റെയിൻബോയും തമ്മിലുള്ള വ്യത്യാസം അത് നമുക്കൊന്ന് മനസ്സിലാക്കാം. സെക്കൻഡറി റെയിൻബോയിൽ 2 പ്രാവശ്യം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും 2 പ്രാവശ്യം റിഫ്രാക്ഷനും പിന്നെ ഡിസ്പേർഷനും നടക്കുന്നുണ്ട്. ഇന്നർ റെഡ് എഡ്ജ് 50.8 ഡിഗ്രിയിലും ഔട്ടർ വയലറ്റ് എഡ്ജ് 54.54 ഡിഗ്രിയിലുമാണ് കാണപ്പെടുന്നത്. സെക്കൻഡറി റെയിൻബോയ്ക്ക് ഈ പ്രൈമറി റെയിൻബോയിനേക്കാളും അല്ലെങ്കിൽ അതിനെ അപേക്ഷിച്ച് തെളിച്ചം കുറവായിരിക്കും. പ്രൈമറി റെയിൻബോയുടെ റിവേഴ്സ് ഓർഡറിലായിരിക്കും നമുക്ക് സെക്കൻഡറി റെയിൻബോ കാണുന്നത്. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ സെക്കൻഡറി റെയിൻബോ പ്രൈമറി റെയിൻബോയുടെ റിവേഴ്സ് ഓർഡറിലാണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. സെക്കൻഡറി റെയിൻബോ, the secondary rainbow is formed by the sunlight undergoing 2 total internal reflections and 2 refractions and also emerging at minimum deviation. In this rainbow, the inner red edge subtends at an angle of 50.8 degree and outer violet edge subtends at an angle of 54.52 degree. The secondary rainbow is fainter than the primary one and colored in the secondary rainbow appears in the reverse order compared to the primary rainbow. പിന്നെ എങ്ങനെയാണ് റെയിൻബോ ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രൈമറി റെയിൻബോയും സെക്കൻഡറി റെയിൻബോയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.